ചില പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തത്, നിഷിദ്ധമായിട്ടുള്ളത്, ബോഡിക്ക് കേടായി വരുന്നത്, അങ്ങനെയുള്ളവരെല്ലാം വാ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്, നാക്കിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഇപ്പോഴ് അങ്ങ് വ്യത്യസ്തമായ മേഖലകളിൽ അങ്ങയുടെ മക്കളുടെ വേദനകളെ കർത്താവ് ഹൃദയ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പം പച്ചപ്പാടുകൾ കാണുന്നുണ്ട് ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ചില പാടുകൾ. അത് രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കർത്താവിൻ്റെ സന്ദേശമുണ്ട്. കർത്താവെ, ഞാൻ എല്ലാ മക്കളെയും, വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യാശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ഉടമ്പടിയുടെ യോഗ്യതയിൽ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കയ്യിൽ നീരിറങ്ങി വീഴുന്നവർ, കയ്യിലെ ഞരമ്പുകളെ വികൃതമായ രീതിയിൽ തെളിയുന്നവർ, വേരിക്കോസ് രോഗികളെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. എല്ലാ ശാരീരിക ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തൊരു അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞ ആള് പറഞ്ഞത് എനിക്ക് കൗണ്ട് ഇല്ലായിരുന്നെന്നാണ്, 0 കൗണ്ട് എന്നാണ്. നിനക്ക് 0 കൗണ്ടായാലും കർത്താവ് നിന്റെ വയറിൽ തൊട്ടുകൊണ്ട് നിന്റെ ദീർഘ അവയവങ്ങളെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് നിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാം. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടി എന്ന സ്വർഗീയ പ്രാർത്ഥന നൽകി 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ യോഗ്യത അല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ സങ്കല്പങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ധാരണകൾക്കോ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ വിദ്യാഭ്യാസ മണ്ഡലം, നിന്റെ മത്സര വിജയ പരീക്ഷാ മണ്ഡലങ്ങൾ, നിന്റെ യോഗ്യത പരീക്ഷാ മണ്ഡലങ്ങൾ, നിന്റെ കഴിവ് പോയി, ഇനി എനിക്ക് എന്ത് ഞാൻ എഴുതും, ഇനി ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല പ്രാവശ്യം തോറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. പല പ്രാവശ്യം പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുള്ളവരുണ്ട്. അവർക്ക് വിജയം നൽകുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ പരാജയം നൽകിയതെന്ന് വിശ്വാസി മനസ്സിലാക്കിയാൽ മതിയാവും. ബൈബിളിൽ ഏറ്റവും ശക്തമായ വാക്കാണ് വിജയം നൽകണത് കർത്താവാണെന്ന്. അപ്പം നീ പരാജയപ്പെടുന്നതെല്ലാം കർത്താവ് പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. കാര്യം നിൻ്റെ വിജയം കർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ പങ്കാളിയാണ്. എന്താ കാര്യം? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് നീയെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടി നിൻ്റെ പരാജയങ്ങളെ കർത്താവ് നിൻ്റെ വിജയമായിട്ട് മാറ്റിയ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസത്തിൽ വളരാനും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ വേണ്ടി നിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും കർത്താവിൻ്റെ തിരുസേന സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് ശക്തി നിറയാൻ വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞങ്ങൾ പരാജയപ്പെട്ട എല്ലാ ജീവിത മേഖലകളെയും സാക്ഷികളാക്കി
നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സകലേകൂ, നീ വന്നു ജീവനേകൂ, മനോഹരമായ ആരാധന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കാണാവുന്ന പോലെയാണ്. നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പ് വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടുത്തമൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇനി നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ, പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ്? സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി? അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഉടമ്പടിയുടെ രീതി എന്ന് തന്നെ എന്താണ്? സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്. ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്? ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചൽ ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയെന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേ, ഈ ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത് ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇത് വേണ്ടി ആർക്ക് ചെയ്യണം? ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാലുമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല.
അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാം എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും. നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം. അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട് അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. നിങ്ങൾ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ശുദ്ധപ്രയോഗം പോലെ ചെയ്യരുത്. ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അറിയാവുന്നവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാവൂ. കാര്യം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഉപ്പിട്ട കാര്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ ലേഡി പറയണത് അത് കർത്താവിൻ്റെ രക്തമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവിടെ കയ്യിൽ നിന്നിട്ട് കാച്ചണതാണ്. ഇതൊക്കെ കയറിപ്പോവുകയില്ലേ? ഇതൊന്നുമല്ല വിഷയം. ഉപ്പ് എന്താ വിഷയം എന്ന് അറിയണം നമ്മൾ. അതെന്താ പ്രശ്നം എന്ന് പറയണത്, ഇതിന് ഈ നോട്ട് ബൈ ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെന്താണ്? അത് എപ്പോഴും ഓർക്കണം. ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത് നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ കൃപയെന്നാണ്. അത് തന്നെയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിൻ്റെ അകത്ത് വരണത്. ഉപ്പിൻ്റെ പ്രയോഗം ബൈബിളിൽ ഉടമ്പടി ഉപ്പെന്നാണ് വിളിക്കുന്നത്. അതിനെ ബൈബിളുള്ളതാണ് ഉടമ്പടി ഉപ്പ്, അല്ലാതെ കൃപാസനത്തിന് വെച്ചിട്ട് തന്നെ അല്ല. ഉടമ്പടി ഉപ്പ് ബൈബിളിലുള്ളതാണ്. പക്ഷെ ഉപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അഹ്റോന് അതുപോലെ ലേവ്യ സന്തതികൾക്കും ഇസ്രയേലിൻ്റെ ഭാഗം വെച്ചപ്പോൾ ഓഹരിയില്ല. അപ്പോൾ മോസസ് അഹ്റോനോട് പറയും, ലേവ്യ പുത്രന്മാർ പുരോഹിതന്മാരെ അൾത്താർ ശുശ്രൂഷകരാണ്, അവർക്ക് ഇസ്രയേലിൽ ഓഹരിയില്ല. ദൈവമായ കർത്താവായ ദൈവം തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് ബലിവസ്തുക്കളിൽ ഉപ്പ് തളിച്ചതുകൊണ്ട് അത് ആരും എടുക്കരുത്, അത് ലേവ്യ കുടുംബത്തിലുള്ളതാണെന്ന് പറയും. അതാണ് ഉപ്പ് തളിക്കേണ്ടത് ദൈവത്തിനുള്ളതാണെന്ന്. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഉപ്പ് കൊണ്ട് തളിച്ചതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസ പ്രമാണം ചൊല്ലിയത് അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ തോറ്റിരിക്കുന്നു, എനിക്കിവിടെ അവകാശമില്ല, എൻ്റെ അവകാശം കർത്താവാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അത് നമ്മൾ അറിയണമെങ്കിൽ, അത് വായിക്കണമെങ്കിൽ സംഖ്യ എടുത്ത്, സംഖ്യ 18, 19, 20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾ
നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. 18-20 വായിച്ച്. കർത്താവ് അഹറോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതാണ് ഉപ്പ് തളിക്കാനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എനിക്ക് ഇതിൻ്റെ അകത്ത് കഴിവില്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് ഓഹരിയില്ല. എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാ സംഭവം. സൈന്യത്താരെ അല്ല, ശക്തിയാരെ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വരാനുള്ള ഇടവരുത്തല്ലേ. കാരണം എൻ്റെ 2 പെൺമക്കളെയും കിട്ടിച്ച് ഭർത്താവും മരിച്ച് ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണ്ട അമ്മേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഓപ്പറേഷൻ വേണ്ട, പക്ഷേ അമ്മച്ചി ഫുൾ റെസ്റ്റ് വേണം, അമ്മച്ചി ഇനി ജോലി എടുക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് സ്റ്റിറോയിഡൊക്കെയാണ് തന്നിരുന്നത്. അതോടെ എനിക്ക് വണ്ണം വച്ചു, വയറ് വന്ന് വീർത്തു, ആകെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒരു 4 മാസം മരുന്ന് കഴിച്ചിട്ടും എനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോഴെനിക്ക് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. അമ്മ എന്തെങ്കിലും ഒരു പ്രതിവിധി എനിക്ക് തരണം, എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ പറ്റില്ല, ഇനി ഞാനില്ല മരുന്ന് കഴിക്കാൻ, എനിക്കൊരു കുറവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ അമ്മ വഴിയായി എനിക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു. ഞങ്ങളുടെ കസിൻ വഴി ഒരു ആളെ പരിചയപ്പെട്ടു. പുള്ളി തിരുമ്മി ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയി. പിന്നെ മെഡിസിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ബെൽറ്റ് ഊരി മാറ്റി ഇപ്പോൾ കുമ്പിട്ട് നിവർന്നും എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ 6 മണിക്ക് ഇവിടെ വന്നതാണ്. ഇന്ന് നിലത്തായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നിലത്ത് ധൈര്യമായിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് നിലത്തിരിക്കലൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എന്നിട്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ അമ്മേനെ കാത്തു പരിപാലിച്ചു. അതിന് അമ്മയ്ക്ക് 100 നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ 2020 മെയ് 27 രാത്രി ഞാൻ തനിച്ചാണ് കിടക്കുന്നത്. എൻ്റെ 2 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ച് ഭർത്താവും മരിച്ചു പോയത് കൊണ്ട് ഞാൻ തനിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അന്ന് മെയ്യിലെ വണക്കമാസം എല്ലാം കൂടിക്കഴിഞ്ഞ് ഞാൻ കിടന്നു. അപ്പോൾ കിടക്കുമ്പോൾ കയ്യിൽ ജപമാല ചുറ്റി വെച്ച് ഞാൻ കിടക്കണത്. അതാണ് എൻ്റെ കൂട്ട്. അപ്പം എപ്പോഴും ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ അറിയണില്ല എപ്പോഴാണ് പോയതൊന്നും. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഞാൻ ടോയ്ലറ്റിലാണ് കിടക്കണത്. അപ്പോൾ എണീക്കാൻ പോയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. വീണ്ടും ഞാൻ അവിടെ കിടന്നു. പിന്നെ എപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു വെളുപ്പാങ്കാലമായപ്പോൾ ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ഭാരം തലക്ക്. അപ്പം ഇങ്ങനെ കൈ വച്ചപ്പോഴേക്കും കൈ നിറയെ ബ്ലഡ്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ തലകറങ്ങി വീണ് ബ്ലഡ് പോയി കിടക്കണമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ സഹായിച്ചത് കൊണ്ട് ആ ബ്ലഡ് ക്ലോട്ടായി. പക്ഷെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ 4 കാലിൽ ഇങ്ങനെ കുത്തി കൈകുത്തി നടന്ന് തൊട്ടപ്പുറത്ത് ഫോൺ ഇരിപ്പുണ്ടായി. ഫോണെടുത്ത് എൻ്റെ മോളെ വിളിച്ച് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാനിങ്ങനെ തലകറങ്ങി വീണ് തല പൊട്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല. രാത്രി ഡോറെല്ലാം ലോക്ക് ചെയ്ത് ഗേറ്റും ലോക്ക് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്നെ ആരെങ്കിലും ഒന്ന് മരുന്നിന് കൊണ്ടുപോകണമെങ്കിൽ ഈ വീട് തുറക്കാതെ ഞാൻ എന്ത് ചെയ്യും അമ്മയെന്നും പറഞ്ഞ് അമ്മ എനിക്ക് തുറന്നതാമെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോ 4 കാലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ഡോറ് തുറന്ന് മുകളിലും താഴെയും കുറ്റിയിട്ടുണ്ടായി. അത് തുറന്ന് ലോക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇട്ടേച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങി ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഗേറ്റ് തുറന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞ അമ്മ ഒന്ന് വന്ന് ഗേറ്റ് തുറന്നതാ അമ്മേ, അല്ലാതെ ഞാനിത് എന്ത് ചെയ്യും? ഇങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞ് എനിക്കറിയില്ല എങ്ങനെയാണ് ഗേറ്റ് ഞാൻ തുറന്നു. ഗേറ്റ് തുറന്ന് എൻ്റെ നെയ്ബർ വന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഗേറ്റ് ചേച്ചി തുറന്നു? ഞാൻ എനിക്കറിയില്ല. കൃപാസിന് അമ്മ വന്ന് തുറന്നു തന്ന്. പിന്നെ എന്നെ കാറിന് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഒരു തടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ ഗേറ്റ് തുറന്ന് ഞാൻ മുന്നോട്ട് വെക്കാൻ പറ്റാതെ വീൽ ചെയറിൽ എന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയത്.
അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും എനിക്ക് റൂമിൽ പോലും എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അമ്മ എന്നെ അത്രയും കാത്തുരക്ഷിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആ ബ്ലഡ് തന്നെ ക്ലോട്ടായത് കൊണ്ട് മാത്രമാണ് ഈ ജീവൻ രക്ഷപ്പെട്ടത്. നല്ല ദൈവാനുഗ്രഹമുള്ളതാണ്. അല്ലെങ്കിൽ ബ്ലഡ് പോയി ഞാനവിടെ കിടന്ന് മരിച്ചു. 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 4 സ്റ്റിച്ചിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് വീണ കൊണ്ട് ബ്ലഡ് ക്ലോട്ടാകാനോ ചതവുണ്ടാകാനോ സാധ്യതയുണ്ട്. MRI എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു. അപ്പോഴൊക്കെ ഞാൻ അമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടിരുന്നു, അമ്മേ ഒന്നും ഉണ്ടാകില്ലേ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അമ്മയുടെ ഈശോയുടെ സഹായത്താൽ ആ മുറിവ് വന്ന് ബ്ലഡ് പോയതല്ലാതെ ചതവോ ബ്ലഡ് ക്ലോട്ടിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അങ്ങനെ രക്ഷിച്ചു. പിന്നെ എനിക്ക് ഇയർ ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഇയർ ബാലൻസ് വരുമ്പോഴേക്കും ഞാൻ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി മരുന്ന് തന്നു. പക്ഷെ ഞാൻ അങ്ങനെ തോന്നുമ്പോൾ തന്നെ രാത്രിയാണ് മിക്കവാറും വരുന്നത്, വെളുപ്പിനൊക്കെ ഒറ്റക്കായിരിക്കും. അപ്പോൾ പിടിച്ച് പോയി ഉടമ്പടി തൈലും എടുത്ത് നെറ്റിയിൽ കുരിശിട്ട് ചെവിയിലും തേച്ച് ഒരു തുള്ളി നാക്കിലും ഇട്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ ഇയർ ബാലൻസിൻ്റെ ആ കറക്കം മാറും. അതിനുള്ള ഗുളിക തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടെ വെച്ചേക്കണത് പോലും ഞാൻ ഓർക്കണില്ല. അത് ഞാൻ ഒരുപാട് നാളായിട്ടത് കഴിച്ചിട്ടില്ല. അങ്ങനെ അതിൽ നിന്ന് അമ്മ ഒരുപാട് രക്ഷിച്ചു. പിന്നെ ഈ ബെൽറ്റ് നടുവിൻ്റെ പ്രശ്നത്തിൽ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ അതുകൂടാതെ എൻ്റെ നാത്തൂന് ബെഡ് സോറായിട്ട് ഇവിടെ 1 രൂപ വലിപ്പത്തിൽ പൊട്ടി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാന്തി പൊട്ടിയാന്നാണ് മോള് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ റൗണ്ടിൽ ബെഡ് സോറാണ്. അപ്പോൾ പിന്നെ വേഗം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപ ഉണ്ടാവും. ആ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നാത്തൂന് ഇവിടെ ക്ലീൻ ചെയ്ത് പുരട്ടി കൊടുത്ത് നേരം വെളുത്തപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഉണങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോള് പറയാം, ആൻറ്റി ഇത് എന്തൊരു അത്ഭുതമാണ് ആൻറ്റി, ഇതേ ഉണങ്ങി വെളുത്ത നിറം എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഒരു മെഡിസിനും പുരട്ടിയില്ല. ആ ഉടമ്പടി തൈലം പുരട്ടി തന്നെ ബെഡ് സോറ് ഉണങ്ങി. അപ്പോൾ പിന്നെ ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഡോക്ടറിന് ചീട്ടെടുത്തു മെഡിക്കൽ ടെസ്റ്റിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പൊടി പുരട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് വാങ്ങിച്ചുമില്ല, പുരട്ടിയിട്ടുമില്ല. ഇപ്പം നാത്തൂൻ ഓക്കെ ആയിരിക്കണം. പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. അപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയുടെ പോക്ക് വരവൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോക്ക് വരവ് നടത്തണം എന്നുള്ളൊരു അറിവില്ലായിരുന്നു. ഭർത്താവിൻ്റെ പേരിലാണ്, സ്വാഭാവികമായിട്ട് അമ്മക്കും മക്കൾക്കും ഉള്ളതാണെല്ലാം എന്നൊരു ധൈര്യത്തിലിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തിലൊരു സാക്ഷ്യം കേട്ട് ഒരു അമ്മച്ചി വന്ന് പറയണത് 50 വർഷമായി അവരുടെ അപ്പം മരിച്ചിട്ട് ഏക മകളായിരുന്നുകൊണ്ട് അങ്ങനെ ഇത് നടത്തിയില്ല, പോക്കുവരവ് നടത്തിയില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ആകെ ടെൻഷനായത്. പിന്നെ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞ പിന്നെ ഇതറിയണത് ഞാൻ. പിന്നെ ഒരു വിധത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. 15 വർഷം കഴിയുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു പോക്കുവരവ് നടത്താൻ. അപ്പോൾ ഡെയിലി ഇവിടെ ഞാൻ പ്രാർത്ഥനയുടെ അടിയിൽ നിയോഗം ടൈപ്പ് ചെയ്ത് വിടും. പിന്നെ വണക്കമാസത്തിന് ടൈപ്പ് ചെയ്ത് വിടും. എൻ്റെ അമ്മ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ ഒത്തിരി പ്രാർത്ഥിച്ച് ഇതൊന്ന് നടത്തി തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം, എനിക്കറിയാം അമ്മ നടത്തി തരുമെന്ന്. അമ്മ സമാജത്തിൻ്റെ അധികാരിയല്ലേ, എന്നെ അധികം ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ ഇത് നടത്തി തരുമെന്നും പറഞ്ഞ് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം അതെല്ലാം ഓക്കെ ആയി. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഉടമ്പടി കാശ്രൂപമായിട്ടാണ് പോയത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലും കോർപ്പറേഷനിലൊന്നും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ശരിയാക്കി തന്ന്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇതോടുകൂടി എനിക്കെല്ലാം ശരിയാക്കി കിട്ടി. ഇപ്പം എനിക്ക് ഓക്കെ ആയി. പിന്നെ എൻ്റെ മോൾക്ക് ജോലിക്ക് പോകാതിരുന്നിട്ട് അവൾ പ്രാർത്ഥിച്ച് ഇപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി ദുബായിലുള്ള മോൾക്ക് ബുദ്ധിമുട്ട് കണ്ടിട്ട് അവളെ ജോലിയിൽ നിന്ന് മാറി. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് തന്നെ ജോലിക്ക് കയറി. ഇപ്പോൾ അവൾ ഹെൽത്തിയാണ്. ദൈവത്തിന് 100 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 ജനുവരി മാസം 10-ാം തീയതിയാണ്. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ 2 എണ്ണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും 4 എണ്ണം എൻ്റെ സ്വന്തത്തിലുള്ളവർക്കും വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് 2013
ജൂൺ മാസത്തിൽ ഇവിടുന്ന് ഇറ്റലിക്ക് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്. ഞങ്ങൾ കുറച്ചധികം ജോലിക്ക് ശ്രമിച്ചു. ജോലിയൊന്നും ശരിയാകാതെ വന്ന സമയത്ത് ഒരു വിസിറ്റിംഗ് വിസയിലാണ് ഇവിടുന്ന് ഇറ്റലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയാകാനായിട്ട് ഒരുപാട് താമസം ഉണ്ടായി. അപ്പം ഞാൻ ജനുവരി മാസം 10-ാം തീയതി ഉടമ്പടിയിൽ വെച്ചു.